ഹലോ ഫ്രണ്ട്സ്, കാർത്തികേൽക്കുള്ള ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരിലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ രാജീവും അരുണും എല്ലാം കൂടി ചേർന്ന് നമ്മുടെ സുധീഷിനെ വധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നീ ഇവിടുത്തെ ഡ്രൈവർ മാത്രമാണ്. ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഡ്രൈവർ അല്ല, ഞങ്ങൾ പറഞ്ഞ അടിമ ഡ്രൈവർ. അത്ര രീതിയിൽ അവനെ അവഗണിച്ചുകൊണ്ടിരിക്കുക. ഉടനെ രാജീവിനോട് അരുണ് പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാ ഇവനൊക്കെ 7 ദിവസം കൊടുത്ത് 2 ദിവസം കൊണ്ടാണ് ഇവനെ നമുക്കില്ലാതാക്കി കളയായിരുന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പോട്ടെ മോനെ 7 ദിവസമല്ല, അവൻ ഈ 7 ദിവസം കൊണ്ട് നമ്മളാരാ തിരിച്ചറിയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല പിടിച്ചില്ല സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഈ ഹേമ സുധീഷിനെ നോക്കി ഒരു പുച്ഛ മനോഭാവത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്, അതായത് എന്നിട്ട് ഫ്രണ്ടോട് നടന്നു പോവാം. ഉടനെ രാജു പറയാം, നിനക്ക് ഇവിടെ ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നോക്കുക, ഇവിടുത്തെ ജോലി ഇത് ഞങ്ങളെ കൊച്ചിനെ കൊണ്ടുവരിക, സ്കൂളിൽ കൊണ്ടുപോകുക, തിരിച്ചു കൊണ്ടുവരിക, ഇതൊക്കെ ആയിരിക്കും ജോലി. അല്ലാതെ ഒരിക്കലും നീ നിന്റെ ഭാര്യയെന്ന് കണക്കാക്കുന്ന നിധിമോളുടെ ഭർത്താവായിട്ട് ഭർത്താവ് ഉദ്യോഗം നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കാൻ നിനക്ക് വെറും തോന്നലടാ മോനെ എന്നുള്ളത് പറഞ്ഞ് അവനെ അവഗണിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ ഹേമങ്ങ നടന്നു പോലും പുറകെ വണ്ടി എടുക്കാൻ വേണ്ടി നമ്മുടെ സുധീഷ് നടന്നു പോകണം. എന്നാൽ തിരിച്ചും മറുപടി ഒന്നും പറയുന്നില്ല, അങ്ങനെ പൊക്കോണ്ടിരിക്കണം. ആ സമയത്താണ് നമ്മുടെ അടുത്ത സീൻ കാണിക്കുന്ന ഹരീഷ് വർക്ക്ഷോപ്പിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. രാത്രി 9 കഴിഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചന്തു ടിറ്റോയൊക്കെ ചേർന്ന് പറയുന്നുണ്ട്. അതായത് ആശാനെ ഞങ്ങൾ ഇറങ്ങുമെന്ന് പറയുമ്പോഴത്തേക്ക് എടാ എന്നാടാ കാണിക്കുന്നത്, എടാ രാവിലെ സർവീസിന് കൊണ്ടുവന്ന വണ്ടിയെല്ലാം കിടപ്പുണ്ട്, അതൊന്നും നിങ്ങൾ കേട്ടിട്ട് ആശാനെ രാവിലെ 9 മണിക്ക് വന്നു, ഇപ്പോൾ സമയം 9:30 വന്നതാണ്. ആ 9:30 വന്നത് അതായത് 9:30 ഇപ്പോൾ ഇത്രയും ടൈമായില്ല, അതുകൊണ്ട് ഞങ്ങൾ പോകാമെന്ന് പറയുമ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി കിടന്നിട്ട് രാവിലെ വരാമെന്ന് പറയുമ്പോൾ അതൊക്കെ നല്ല കാര്യം, നിങ്ങൾ രാവിലെ ഒന്നും കുഴപ്പമില്ല, ഇതൊക്കെ ചെയ്തിട്ട് പോകത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അണ്ണ ആശാനെ ഒരു പരിധിയില്ല, ആശാൻ ഇവിടെ നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ നീതു അങ്ങോട്ട് കടന്നു വരുന്നത്. നീതു കടന്നു വരുമ്പോഴത്തേക്ക് ഒരു വണ്ടി കംപ്ലൈൻ്റ് ആണെന്ന് പറയാം. ആഹാ, ഇത് വണ്ടി കംപ്ലൈൻ്റ് ഒന്നും അല്ല, ഇത് ചുമ്മാ എന്തോ അടവെടുത്തോണ്ട് വരുന്നതെന്നൊക്കെ ഡിറ്റോ ഒക്കെ പറയുന്നുണ്ട്. നോക്കട്ടെ എന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ആകുന്നുണ്ട്. അപ്പോൾ ഇത് വേറെ എന്തോ സംഭവം ആണെന്ന് പറയുമ്പോഴത്തേക്ക് ഹരീഷ് പറയുക. അപ്പോൾ ആശാൻ ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, നിങ്ങൾ നോക്കട്ടെ, ഞാൻ നോക്കിയോളാം, നിങ്ങൾ പൊക്കോന്ന് പറയാം. ആഹാ, നിങ്ങളുടെ ഉദ്ദേശം വേറെ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അടുത്ത് വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്നാ പറ്റിയെന്ന് പറയാം. ഒന്നുമില്ല, ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി വന്ന എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ എന്നിട്ട് എന്നെ മെസ്സേജ് അയച്ചിട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ട് എന്നെ തിരിച്ചയക്കാത്തെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അതായത് ഞാൻ ഈ മേഖലയിൽ ആദ്യമായിട്ടൊക്കെ ആയിരുന്നു, എനിക്കിത് വലിയ സർവീസ് എനിക്കൊന്നും അറിയത്തൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇന്ന തുടക്കമല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശരി എന്ന് പറയുമ്പോൾ എന്നിട്ട് നീതി ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ആദ്യം കരുതിയത് നിങ്ങളുടെ ചേട്ടനെ എനിക്ക് വേണ്ടി ആലോചിച്ചപ്പോഴത്തേക്ക് എന്നോട് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നൊക്കെയാണെന്ന് ആലോചിച്ചിരുന്നത്. പക്ഷെ ഇപ്പം മനസ്സിലായി എന്നോട് താല്പര്യമുണ്ട് എന്നൊക്കെ തോന്നുന്നു. ആണോന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞാൽ ഓക്കെ പറഞ്ഞപ്പം നീത് പറഞ്ഞു അന്ന് ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അന്ന് പോകണം ശരി എന്ന് പറയുമ്പോഴത്തേക്ക് ഹരീഷ് പെട്ടെന്ന് പറയുക, ഞാനും അങ്ങോട്ട് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം വണ്ടിയുടെ ബാക്കിൽ ഇരുന്ന് വന്നെന്ന് പറഞ്ഞ് ഞാൻ വണ്ടിയുടെ ബാക്കിൽ ഇരുന്ന് ഈ പ്രാവശ്യം വരണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അതല്ല, താൻ വണ്ടി ഓടിച്ച് പോകുന്നതിൻ്റെ ബാക്കിൽ വേറെ വണ്ടിയായിട്ട് ഞാൻ വന്നോളാം എന്നൊക്കെ പറയുവാണ്. അങ്ങനെ പൊക്കോണ്ട് വണ്ടി എടുത്ത് പോകണം. കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ പോയി കഴിയുമ്പോഴത്തേക്ക് നീത് ആലോചിക്കണം, അതിന് ഞാൻ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവനൊന്നും പറയാണ്ടിരുന്നേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ലായിരിക്കും, അവൻ്റെ ആദ്യത്തെ സ്റ്റേജിലെ എന്നുള്ള ഇതിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. നീതു പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യും. അത് നമ്മുടെ ഹരീഷ് ഓവർടേക്ക് ചെയ്തിട്ട് ചോദിക്കും, എന്താ ഓവർടേക്ക് ചെയ്യുന്നത്, അല്ല ഞാൻ ഇവിടം വരെ ഉള്ളൂ എന്ന് പറയാം. അതിനെ ഇവിടം വരെ വരുന്നത്, അല്ല നിൻ്റെ വീടെത്തി അറിഞ്ഞില്ല, ഇനി ഒരു വളം കൂടെ കഴിഞ്ഞാൽ നിൻ്റെ വീടാണ്. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് നിൻ്റെ വീടായതുകൊണ്ട് ഇപ്പം ഞങ്ങൾ വരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അത് നോക്കട്ടെ, അല്ല വേണ്ട പൊക്കമെന്ന് പറഞ്ഞ് ശരി പറഞ്ഞു വിടുക. അത് കഴിഞ്ഞ് നീ ഹരീഷ് വണ്ടി തിരിച്ച് വരുന്നതാണ് കാണിക്കുന്നത്. അടുത്ത സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹരീഷിൻ്റെ സുധീഷും ഒക്കെ ആയിട്ട് സുധീഷ്, സാന്ദ്ര, ഹേമ, അരുണ്, രാജീവൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഫുഡ് അപ്പോഴത്തേക്ക് ചോറിട്ട് കൊടുക്കുവാണ് നമ്മുടെ ഫുഡ് വിളമ്പി കൊടുക്കുവാണ് നമ്മുടെ നിധി അത് സുധീഷിന്. ഉടനെ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് കഴിക്കുക എന്താ കഴിക്കുന്നതന്നെ, ഇപ്പം നമ്മുടെ വീടല്ലേ എന്നുള്ള രീതിയിൽ രാജീവ് പറയും, എന്താ മോനെ കഴിക്കാത്തേ എന്നുള്ളത് ഭയങ്കര അഭിനയം കാര്യങ്ങൾ. അതിൻ്റെ പുറകെ നീതിനോട് പറയും, അവൾ ഇച്ചിരി ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം അതായത് സാന്ദ്ര വലിയ കുഴപ്പമില്ല, ബാക്കി ഹേമയും അരുണും രാജീവ് എല്ലാം ഭയങ്കര ഒരു അടവ് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ രാജീവ് ചോദിക്കുന്നുണ്ട്, സുധീഷ് എത്ര വർഷമായിട്ട് ഈ വണ്ടി ഓടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 5 വർഷമായിട്ടുണ്ട്. അപ്പം ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ അല്ലേ, ആ കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ ആണല്ലേ, അതെ കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ എന്ന് പറഞ്ഞ്. ഓക്കെ ശരി. അത് കഴിഞ്ഞിട്ട് പറയാം, അങ്ങനെയാണ്. അപ്പോൾ ഈ കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്
നിധി ചിരിക്കുവാണ്. അപ്പം വേറെ ബിസിനസ് ഒന്നും നോക്കിയില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ ബിസിനസ് നോക്കിയൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറ്റേ, എന്നാൽ പിന്നെ ഇവിടെ ഞങ്ങളുടെ ബിസിനസ് ഒരു എൻ്റെ അരുണിൻ്റെ ഒരു കുറേ ബിസിനസ് ഉണ്ട്, അതൊക്കെ നോക്കി നടത്തത്തില്ലേ? അതാകുമ്പോഴത്തേക്കും അത്യാവശ്യ കാര്യങ്ങളെല്ലാം സുധീഷിന് അറിയാൻ പറ്റുമല്ലോ, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുവാണ്. അതൊക്കെ നമുക്ക് ആലോചിക്കാം, ഇപ്പം പ്ലാനൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഉടനെ ശരി, അപ്പോൾ പ്ലാൻ ഉണ്ടെങ്കിൽ പറയണം, ഞങ്ങളത് സഹായിക്കാമെന്നുള്ള രീതിയില്ല ഞങ്ങൾ പറയുന്നത്. ശരി എന്നൊക്കെ പറഞ്ഞ് വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈകിട്ടാകുമ്പോഴത്തേക്ക് എന്നിട്ട് അല്ല ആ സമയത്തിന് സുധീഷ് ചിന്തിക്കുന്നുണ്ട്, ഇത് ഇത്രയും നേരം എന്നാ ഇമാർ എന്നെ അടവ് എടുക്കുന്ന എല്ലാ രീതിയിൽ നമ്മുടെ അഭിനയം കണ്ട്, രണ്ടുപേരുടെ അഭിനയം കണ്ട്, രാജീവിൻ്റെയും പിന്നെ അരുണിൻ്റെ അഭിനയം കണ്ടോ, അത് വിളമ്പിച്ചരുന്നു അതുപോലെ ഇതിലൊക്കെ ചെയ്യുന്ന ഭയങ്കര രീതിയിൽ അഭിനയം, മകളുടെ മുമ്പേ ഭയങ്കര അഭിനയം കാഴ്ചവെക്കുന്നത് എന്നിട്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ വൈകിട്ട് കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് വൈകിട്ട് രാത്രി കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വീട്ടിൽ അരുണും രാജിവെക്കുന്നത് എന്നാ ഒരു വല്ലാത്ത ചതിയന്മാർ ഒരു സ്വഭാവം കാണിക്കുന്നത്. ഏക ആശ്വാസമുള്ളത് നീതി മാത്രമേ ഉള്ളൂ, അവളെ കാണുന്നുമില്ല എന്ന് പറഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിധിയുടെ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് അടുത്ത കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് രാജീവും ഹേമയും അരുണൊക്കെ നിന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, എന്തോ കൂടാതെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം നിധി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്താ അമ്മ എന്നാ സംസാരിക്കുന്നത്, എല്ലാം മോളെ നിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു, വേറൊന്നുമല്ല, അവിടെ നിനക്ക് ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ അമ്മ അവിടെ ഹാപ്പി, ഇതിൽ നല്ല ഹാപ്പിയാണ്. അപ്പം ഞങ്ങളാണ് ഹാപ്പി ആയിരുന്നത്. അതല്ല അവിടെ ചെറിയ വീടാണെങ്കിൽ പോലും നല്ല രീതിയിൽ എന്നെ സംരക്ഷിക്കുന്നുണ്ട്, എല്ലാ രീതിയിലും എന്നെ നോക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാതെ തന്നെ എന്നെ നോക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇവള് പറയുന്നുണ്ട്, നമ്മുടെ നിധി പറയുന്നുണ്ട്. ഓക്കെ മോളെ നല്ല സന്തോഷത്തോടെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിധി അപ്പോൾ മോളെ നീ ഞങ്ങൾ നിർബന്ധിക്കണ്ടായിരുന്നു നിന്നെ, അത് സൂര്യയായിട്ടുള്ള കല്യാണം നിർബന്ധിക്കണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ നിർബന്ധിക്കാണ്ടിരിക്കുകയാണ്, സുധീഷിൻ്റെ കല്യാണം നിൻ്റെ കല്യാണം നന്നായിട്ട് നടത്തി പോകാമായിരുന്നു. ഇപ്പോൾ പറ്റിപ്പോയില്ലേ, അതൊക്കെ ഞങ്ങളോട് ആ ദേഷ്യമൊന്നും വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ദേഷ്യമൊന്നും ഇല്ല, ഇപ്പം ഞങ്ങളെ വിളിച്ച് ഇത്ര ദിവസം ഈ വീട്ടിൽ കൊണ്ട് നിർത്തിയും കാര്യങ്ങളെല്ലാം ചെയ്തില്ലേ, അപ്പോൾ ആ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് കടപ്പാടേ ഉള്ളൂ, കുഴപ്പമില്ല, എൻ്റെ ഹസ്ബൻഡിനെ നല്ല രീതിയിൽ നിങ്ങൾ കാണുന്നില്ലേ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരി നല്ല പറഞ്ഞ് നിൽക്കുന്ന ഒരു സീനാണ് നമ്മൾ ലാസ്റ്റായിട്ട് കാണുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ കാറ്റത്തുള്ള വിശേഷം. അടുത്ത ദിവസം എല്ലാ ദിവസവും ഈ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഒരു 3:30 നമ്മൾ നമ്മുടെ വിശേഷം വിശേഷം ഇടുന്നതായിരിക്കും. അതിനാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടെ ഓർമ്മിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ പറയുന്നത്. സൈനിങ് ഓഫ്. താങ്ക് യു.